الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ومن يطع الله والرسول فأولئك مع الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا ബഹുമാന്യരായ സഹോദരന്മാരെ സഹോദരികളെ, അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മാതൃകകൾ കഴിയും വിധം ജീവിതത്തിൽ അനുഷ്ഠിച്ചുകൊണ്ട് ജീവിക്കാനും ഇസ്ലാമിൽ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത എല്ലാ തിന്മകളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും മാറി നിൽക്കാനും നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ആദ്യമായി എല്ലാവരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനെ നേരിട്ട് കാണുകയും അവിടുന്ന് ആ പരിശുദ്ധ ഖുർആൻ ഇറങ്ങുമ്പോൾ തന്നെ അത് നേരിട്ട് കേൾക്കുകയും പ്രവാചകന്റെ ജീവിത ചര്യകൾ കൃത്യമായി കണ്ട് മനസ്സിലാക്കി അതിനെ വള്ളിപുള്ളി തെറ്റാതെ ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുന്നവരായിരുന്നു സഹാബികൾ എന്ന് നമുക്കറിയാം. കുറേ ഉദാഹരണങ്ങൾ കഴിഞ്ഞ ഖുത്ബയിൽ നമ്മൾ സൂചിപ്പിച്ചിട്ടുമുണ്ട്. അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും, എൻ്റെ അനുചരന്മാർ നക്ഷത്രങ്ങളെ പോലെയുള്ളവരാണ്, നിങ്ങൾ അവരെ പിൻപറ്റുക, നിങ്ങൾക്ക് വഴി കാണാം, നേർവഴി കാണാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. ഫഇന്നഹു മൻ യഈശ് മിൻകും ഫസയറ ഇഖ്തിലാഫൻ കസീറ, എൻ്റെ കാലശേഷം ജീവിക്കുന്ന വിശ്വാസികൾ മതത്തിന്റെ കാര്യത്തിൽ അഭിപ്രായ ഭിന്നതകൾ കാണും. അപ്പോൾ ഫഅലൈക്കും ബിസുന്നതി വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ, എന്റെയും ഖുലഫാഉർ റാഷിദുകളായ അബൂബക്കർ, ഉമർ, ഉസ്മാൻ, അലി റളിയല്ലാഹു തആല അൻഹും അവരാണ്
എൻ്റെ ചര്യ കൃത്യമായി പിന്തുടർന്നവർ അവരെ പിൻപറ്റി ജീവിക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ നബിയെ ഏറ്റവും കൂടുതൽ കണ്ടവരും അടുത്തവരും അടുത്ത നബിയുടെ ശേഷമുള്ള 4 ഖലീഫമാരായിരുന്നു. പിന്നീട് നബിയുടെ ഭാര്യമാരായിരുന്നു. നബിയോട് കൂടുതൽ അടുത്ത കിബാറു സഹാബത്ത് ആദ്യകാല വിശ്വാസികളായിരുന്നു. വസാബിഖൂന സാബിഖൂൻ ഉലൈക്കൽ മുഖറബൂൻ, മുൻകടന്നവരെല്ലാ കാര്യത്തിലും മുൻകടന്നവരാണ്. അള്ളാഹു അവരാണ് അള്ളാഹുവിലേക്ക് അടുത്തവർ, അള്ളാഹുവിന്റെ ദീനിലേക്ക് അടുത്തവർ എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ ദീനിൽ, ആ പ്രവാചകൻ പഠിപ്പിച്ച ദീനിൽ നബി തന്നെ പറഞ്ഞു, ഇനി നിങ്ങളൊന്നും പുതിയതായി ദീനിൽ ഉണ്ടാക്കേണ്ടതില്ല. അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കുമുൽ ഇസ്ലാമ ദീന. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന ഈ ഇസ്ലാം, അതാണ് അള്ളാഹു ഇഷ്ടപ്പെട്ട ഇസ്ലാം. അതിന്റെ നിയമാവലികൾ, നിയമങ്ങളും കൽപ്പനകളുമെല്ലാം ഞാൻ ഇന്നത്തോടുകൂടി നിങ്ങൾക്ക് പൂർത്തിയാക്കി തരികയാണ്. ഇനി ഇതിലാരും കൂട്ടിച്ചേർക്കേണ്ടതില്ല. ജീവിക്കുമ്പോൾ പലതരത്തിലും പുതിയത് കാണുമ്പോൾ ഈ ദീനിന്റെ അപ്പുറത്തേക്ക് പോകേണ്ടതില്ല. ഇത് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. അതുകൊണ്ട് ദീനിന്റെ കാര്യത്തിൽ, നമ്മൾ വീടുണ്ടാക്കുന്ന കാര്യത്തിലും, നമ്മൾ റോഡ് നിർമ്മിക്കുന്ന കാര്യത്തിലും, നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ അനുഷ്ഠാനങ്ങളിലോ രീതികളിലോ അല്ല, ദീന്, നാളെ പരലോകത്ത് രക്ഷപ്പെടുന്ന ദീനിന്റെ കാര്യത്തിൽ, മതകാര്യത്തിൽ, അത് വകുല്ലു മുഹദസത്തിൻ ബിദ്അ വകുല്ലു ബിദ്അത്തിൻ ദലാല വകുല്ലു ദലാലത്തിൻ ഫിന്നാർ. പുതിയതായി ആരും ഉണ്ടാക്കരുത്. അത് ദീനിൽ കൂട്ടിച്ചേർക്കലാകും, അത് വഴികേടാകും, വഴികേടുകൾ നരകത്തിലേക്കാവും അതിന്റെ അന്ത്യ ഫലം എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു. ആ സഹാബിമാർ ഭാഗ്യവാന്മാരായിരുന്നു. അവർ നബിയെ കണ്ടു. തെറ്റുമ്പോഴേക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഇടപെട്ടു. അത് ചെയ്യരുത് എന്ന് പറഞ്ഞു. അവർ തിരുത്തി ഓരോ വിഷയത്തിലും. അതിന്റെ ഉദാഹരണങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടത്. ഇനിയും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ആ വിഷയങ്ങൾ. ആ പ്രവാചകന്റെ സ്വഹബത്ത്, അദ്ദേഹത്തിന്റെ ആ സഹാബിയാകുക, കൂടെ ജീവിക്കുക എന്നത് ഒരു മഹാഭാഗ്യമായിരുന്നു. കാരണം വിശ്വാസികൾക്ക് ഖിയാമത്ത് നാൾ വരെ നക്ഷത്രങ്ങളെപ്പോലെ തിളങ്ങുന്നവരാണെന്ന് പ്രവാചകൻ പറഞ്ഞ ആ കൂട്ടത്തിൽ നമ്മളാരും പെട്ടില്ല. എന്നാൽ പെട്ടവർ അതിൽ മഹാഭാഗ്യവാന്മാരായിരുന്നു എന്ന് കാണാം. ആ പ്രവാചകന്റെ കൂടെ തന്നെ മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചവരായിരുന്നു അവരിൽ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പലരും നബിയോടത് നേരിട്ട് തന്നെ ചോദിച്ചിട്ടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഒരു അദ്ദേഹത്തിന് വെറുതെ കൂലി വാങ്ങാതെ വൃത്യവേല ചെയ്തിരുന്ന റബീഅത്തു ഇബ്നു കഅബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു, അദ്ദേഹമാണ് നബിക്ക് അവസാന വാർദ്ധക്യകാലത്ത് വെള്ളം കൊണ്ടുപോയി കൊടുക്കാനും ബാത്റൂമിലും മലമൂത്ര വിസർജനത്തിനൊക്കെ നമ്മളെപ്പോലെയല്ലല്ലോ, കുറെ ദൂരേക്ക് പോകേണ്ടതുണ്ട് അവർക്കൊക്കെ, ആള് കാണാത്ത സ്ഥലത്തേക്ക്. അപ്പൊ വെള്ളം കൊണ്ടുപോയി കൊടുക്കാൻ, അങ്ങനെ പല സഹായങ്ങളും ചെയ്തു കൊടുക്കാൻ വേണ്ടി പ്രവാചകന്റെ കൂടെ നിഴല് പോലെ ഉണ്ടായിരുന്ന റബീഅത്ത് ഇബ്നു കഅബുൽ അസ്ലമി ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്, നബിയെ, നിങ്ങളുടെ കൂടെ എനിക്കും സ്വർഗത്തിൽ കടക്കണം. അദ്ദേഹത്തിന് നബിയോട് അങ്ങനെ കൂടുതൽ പല കാര്യങ്ങളും പലതും ചെയ്തു കൊടുക്കുമ്പോൾ നബിയോടെന്തോ പറയാനുണ്ടെന്ന് നബിക്ക് തോന്നി. നബി ചോദിച്ചു റബീഅത്തിനോട്, എന്താ റബീഅത്തെ, എനിക്കെന്തോന്ന് പറയാനുണ്ടല്ലോ, ചോദിച്ചോ, പ്രശ്നമാക്കണ്ട, എന്നോട് ചോദിച്ചോ. നബിയോട് ബഹുമാനം കൊണ്ട് പലരും ചോദിക്കൂല, ചോദിച്ചോ. സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം പറഞ്ഞു, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന. നബി, എനിക്ക് പ്രത്യേകമായി ഒന്നും ചോദിക്കാനില്ല, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാനുള്ള മാർഗം എന്താണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. നബി പറഞ്ഞു, റബീഅ ഫഅഇന്നി അലാ നഫ്സിക ബികസരത്തി സുജൂദ്. കുറെ സുജൂദ് വർദ്ധിപ്പിക്കുക, ആരാധനകൾ ചെയ്യേ. സുജൂദ് എന്നതുകൊണ്ട് വെറും നമ്മളെ സുജൂദ് മാത്രമല്ല, നമ്മൾ നിസ്കരിക്കുമ്പോഴാണുള്ള സുജൂദ് ചെയ്യുക, അല്ലെങ്കിൽ നന്ദിയുടെ സുജൂദാണ് ചെയ്യുക.
അല്ലെങ്കിൽ ഖുർആൻ പാരായണം നടത്തുമ്പോൾ 10-15 സ്ഥലങ്ങളിൽ സുജൂദ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെയും അപ്പുറത്ത് നീ ആരാധനാകർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ഞാൻ പറയുന്നതനുസരിച്ച് ജീവിച്ചാൽ നിനക്ക് എൻ്റെ കൂടെ വരാം. അല്ലാതെ നിന്നെ സ്വർഗത്തിൽ കടത്താൻ എൻ്റെ കയ്യിൽ വേറെ വഴിയില്ല. നീ തന്നെ അതിനുവേണ്ടി പണിയെടുക്കണമെന്ന് അദ്ദേഹത്തോട് പറഞ്ഞത് കാണാം. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു സംഭവമുണ്ട്. അദ്ദേഹം പ്രവാചകന്റെ കൂടെ ഇതുപോലെ ഭൃത്യനായിരുന്നു. 10 കൊല്ലം വീട്ടിൽ നബിയുടെ വീട്ടിൽ സഹായം ചെയ്തിരുന്ന ആളാണ് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഒരിക്കൽ നബിയുടെ അടുക്കൽ എന്നും ഓരോ സഹാബിമാര് വന്ന് പലതും ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരാള് നബിയോട് ചോദിക്കുന്നതായി അദ്ദേഹം ഉദ്ധരിക്കുന്നുണ്ട്. ഒരാൾ വന്നിട്ട് ഓടി വന്ന് ചോദിച്ചു, നബി എന്ന ഖിയാമത്ത് നാള്? അറിയേണ്ടത് അതാണ്, ഖിയാമത്ത് നാൾ എന്നാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ ഇതായിട്ട് തന്നെ ആ ചോദ്യം പോലെ തന്നെ പറഞ്ഞു. അതിനിപ്പോ എൻ്റെ അടുത്തൊക്കെ എന്താ ഒരുക്കുള്ളത്? മത ആയിരത്തല്ല, ഖിയാമത്ത് നാൾ എന്നോ ആവട്ടെ, അത് വരുമ്പോ എൻ്റെ കയ്യിൽ എന്താണ്? ഈ വല്ലതും ഒരുക്കി വെച്ചിട്ടുണ്ടോ? അദ്ദേഹം സഹാബിയാണ്. അപ്പോ അദ്ദേഹം പറഞ്ഞു, നബി എൻ്റെ കയ്യിൽ കാര്യമായിട്ട് ഒരുക്കി വെച്ചിട്ടില്ല. എൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വലിയ ഒരുക്കങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷെ എനിക്കൊന്നത് അറിയാനൊരു ആഗ്രഹമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാണ്. ഒന്നുമില്ലേ? അദ്ദേഹം പറഞ്ഞു, നബി ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു, അതുകൊണ്ട് താങ്കൾ എന്ത് പറയുന്നോ അത് കേൾക്കും. താങ്കൾ എങ്ങനെ ജീവിക്കുന്നോ അത് പിൻപറ്റാൻ ഞാൻ തയ്യാറാണ്. ഞാൻ താങ്കളെ സ്നേഹിച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. അതാണ് ഹുബ്ബുർ റസൂൽ. നമ്മൾ ഈ നാട്ടിൽ കാണുന്ന ഹുബ്ബുർ റസൂൽ അതാണ്. ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻത മൻ അഹ്ബബ്ത, എങ്കിൽ നീ സ്നേഹിക്കുന്നവന്റെ കൂടെ തന്നെയായിരിക്കും നാളെ പരലോകത്തും. ഖിയാമത്ത് നാൾ ഉണ്ടായാൽ അതെന്നാന്ന് ചോദിച്ചറിയാൻ നിൽക്കണ്ട. എന്നായാലും നീ ആരെ സ്നേഹിക്കുന്നോ അവരെ കൂടെ ഉണ്ടാകും. ആ സ്നേഹം എന്താണ്? ഒരു സഹാബി ഞാൻ താങ്കളെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കണം. ഇന്നിവിടെ ഹുബ്ബുർ റസൂൽ ഉണ്ടല്ലോ. ഹുബ്ബുർ റസൂൽ മുതിർന്ന ആളുകൾക്കൊക്കെ അറിയാം. പഴയ കാലത്ത് പള്ളികൾ അലങ്കരിച്ച് ഈ വർണ്ണ പൊലികൾ തൂക്കിയിട്ടിരുന്നത് ഈ ഡിസംബർ മാസത്തിൽ കോട്ടയം, ഇടുക്കി, മൂവാറ്റുപുഴയും അവിടെ കഴിഞ്ഞാൽ കോട്ടയം, ഇടുക്കി, കൊല്ലം ജില്ലകളിലായിരുന്നു. കാരണം പള്ളികളൊക്കെ അലങ്കരിച്ച് അത് ക്രിസ്മസിനാണ്. ഈസാ നബി അലൈഹി സ്വലാമിനെ സ്നേഹിക്കുന്ന ഒരു സമൂഹം അതിവിടെ നമ്മളെ സമൂഹത്തിൽ എത്തി എന്നല്ല, അതിനേക്കാളും അപ്പുറത്തേക്ക് വന്നു. അവർ ചെയ്യുന്നതല്ല, തത്തബ്യഉന്ന സനന മൻ കാന ഖബലക്കും ശിബറൻ ബിശിബരിൻ വദിറാഅൻ ബിദിറാഇൻ ഹത്താ ലൗ ദഖലു ജുഹറ റബ്ബിൻ ലദഖൽതുമുഹു. നിങ്ങളുടെ മുമ്പുള്ള സമുദായം പിന്തുടരുന്ന ആ പിന്തുടർച്ച അതിന്റെ കാലിന് മുഴത്തിന് മുഴമായും ചാണിന് ചാണായും നിങ്ങളും ഒപ്പം പോകും. അതാ നിങ്ങൾക്ക് സംഭവിക്കുക. നബി നമ്മളോട് പറഞ്ഞതാ, നിങ്ങൾക്ക് സംഭവിക്കും. ദീനനുസരിച്ച് ജീവിച്ചിട്ടില്ലെങ്കിൽ, മതം പഠിച്ചിട്ടില്ലെങ്കിൽ, മതകാര്യങ്ങളെപ്പറ്റി കൃത്യമായി ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നാട്ടിന്റെ കൂടെ പോകാമെന്നാണ് നിങ്ങളുടെ വിചാരമെങ്കിൽ മുമ്പുള്ളവർക്ക് വന്നതുപോലെയുള്ള ദുരന്തം നിങ്ങൾക്കും വരും. അവർ ഉടുമ്പിന്റെ മാളത്തിൽ കടന്നാൽ നിങ്ങളും ഉടുമ്പിന്റെ മാളത്തിൽ കടക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തത് പോലും അവർ ചെയ്താൽ നിങ്ങളും അത് ചെയ്യും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോടല്ലാതെ രക്ഷ തേടാൻ പാടില്ലാത്തതാണ് ഉടുമ്പിന്റെ മാളം എന്ന് പറഞ്ഞത്. ഒരിക്കലും പാടില്ലാത്ത, ഒരിക്കലും സംഭവിക്കാത്ത ഒരു മനുഷ്യന് ഉടുമ്പിന്റെ മാളത്ത് കിടക്കാൻ കഴിയില്ലോ. അതുപോലെ ഒരു വിശ്വാസിക്ക് പാടില്ലാത്തതും ചെയ്യാൻ കഴിയാത്തതും അവരെങ്ങാനും ചെയ്താൽ ആ മുൻകഴിഞ്ഞ സമുദായം, ആ സമുദായത്തിന്റെ ആളുകൾ അവരവരുടെ പ്രവാചകന്മാരുടെ പ്രതിമയുണ്ടാക്കി, ആ പ്രവാചകന്മാരോട് ആരാധിച്ചു, അവരിൽ നിന്ന് രക്ഷ തേടി ആ പ്രവാചകന്മാരുടെ കുടുംബത്തിലുള്ള മാതാവിനെയും മറ്റും ആരാധിച്ചു. അതൊന്നും ഒരു വിശ്വാസിക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്തതാണ്. അതൊക്കെ അവർ ചെയ്തു, നിങ്ങളും ചെയ്യും. അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അൻത മൻ അഹ്ബബ്ത എന്ന് ആ സഹാബിയോട് പറഞ്ഞപ്പോ ആ സഹാബി നബിയെ വെറും സ്നേഹിക്കുക മാത്രമായിരുന്നില്ല, ഇതായിരുന്നു അദ്ദേഹം കണ്ടത്. സഹോദരങ്ങളെ, ആ റസൂലിന്റെ അതാണ് റബീഅത്തുൽ അസ്ലമി ചോദിച്ചത്, അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കടക്കാൻ എനിക്കും സാധിക്കണം എന്ന് പറഞ്ഞപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മുറാഫഖത്ത് പറഞ്ഞത് ഇങ്ങനെയാണ്: നീ ആരാധനാ കർമ്മങ്ങൾ വർദ്ധിക്കൂ, അള്ളാഹുവിനോടുള്ള എന്നെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കൂ, ചെറിയതും വലിയതുമായ. അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്,
പള്ളിയിലിരിക്കുമ്പോൾ ഒരാൾ വരികയാണ് നബിയുടെ അടുക്കൽ, ഇതുപോലെ തന്നെ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, നബി, നിങ്ങളെപ്പോലെ സഹാബിമാരെ പോലെയൊന്നും കൂടുതലൊന്നും അമൽ ചെയ്യാൻ എന്നെ കൊണ്ടാവില്ല. പക്ഷേ നിങ്ങളെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കുണ്ടാവാറില്ല. പ്രവാചകരെ, താങ്കളെ ഓർക്കാത്ത ഒരു ദിവസം പോലും എനിക്കില്ല. താങ്കൾക്ക് എന്തെങ്കിലും താങ്കളെ കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരു ദിവസമില്ല. ഞാൻ ഈ നാടിന്റെ വളരെ ദൂരെ നിന്നാണെങ്കിലും ഓടിക്കരച്ചെപ്പോഴെങ്കിലും നിങ്ങളെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിച്ച് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങളെ ഓർത്ത് നിങ്ങളുടെ ചാരത്ത് ജീവിക്കാതെ എനിക്ക് സഹിക്കില്ല നബിയെ. എന്നാൽ ഇനി മരിച്ചുപോയാൽ താങ്കൾ സ്വർഗത്തിൽ ഉയർന്ന സ്ഥാനത്തെത്തുമല്ലോ. അപ്പോൾ നിങ്ങളുടെ ഒപ്പം എനിക്ക് കഴിയാൻ, നിങ്ങളുടെ സഹവാസം എനിക്ക് കിട്ടുകയില്ലല്ലോ നബി. ഞാൻ എന്തു ചെയ്യണം? ഒരു സാധുവായ മനുഷ്യൻ എന്ന് പറയാണ്. സ്വാഭാവികമാണ്, അദ്ദേഹം എവിടെയോ അങ്ങകലെ ജീവിക്കുന്നു. എപ്പോഴും നബിയെ കാണാൻ പറ്റുന്നില്ലെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹം വന്ന് കാണാറുണ്ട്, പഠിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്, നബിയെ സഹവസിക്കാറുണ്ട്. പക്ഷെ മരിച്ചാൽ ഇതുപോലെയല്ലല്ലോ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാര്. നിങ്ങളൊക്കെ ഉന്നതമായ സ്ഥാനത്തായിരിക്കുമല്ലോ. നബിക്കൊന്നും മറുപടി പറയാൻ കഴിയുന്നില്ല. മനുഷ്യനെ സമാധാനിപ്പിക്കുന്ന സാധാരണക്കാരനായ ആ മനുഷ്യനെ സമാധാനിപ്പിക്കാൻ പ്രവാചകനൊന്നും മിണ്ടാതെ തലയും താഴ്ത്തിയിരുന്നു. കുറെ കഴിഞ്ഞപ്പോ സഹാബിമാർക്ക് തോന്നി വഹി വരുന്നുണ്ട്, പ്രവാചകന് ജിബ്രീൽ നബിയുടെ അടുക്കൽ വന്നെന്തോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുറെ കഴിഞ്ഞതിന് ശേഷം നബി തല ഉയർത്തി, വിയർത്തൊലിച്ച് ആ ശരീരത്തിൽ തല മുതൽ അടിവരെ വിയർത്തൊലിക്കുകയായിരുന്നു പ്രവാചകൻ. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിക്കൊടുത്തു, വമൻ യുതിഇല്ലാഹ വറസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ റസൂലിനെയും അനുസരിച്ചുകൊണ്ട് ആരെങ്കിലും ജീവിച്ചാൽ അവർ മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെ ഉണ്ടായിരിക്കും. ആരാണവർ? നബിമാരാണ്. ഒന്നാമത്തത് മിനൻ നബിയ്യീൻ, രണ്ടാമത് ആ പ്രവാചകന്മാരുടെ കൽപ്പനകൾ നേരിട്ട് സത്യസന്ധമായി അംഗീകരിച്ചവരാണ്. മൂന്നാമതായി വസ്സാലിഹീൻ, നല്ലവരായി ജീവിച്ച, നന്മകൾ മാത്രം ചെയ്ത് ജീവിച്ച ആളുകളാണ്. എന്നിട്ട് നബി പറഞ്ഞു, ഖുർആൻ ഓതിക്കൊടുത്തുകൊണ്ട്, വഹസുന ഉലൈക റഫീഖ, അവരാണ് ഏറ്റവും നല്ല റഫീഖ്. അസ്അലുക മുറാഫഖതക ഫിൽ ജന്ന, നാളെ പരലോകത്തും നിങ്ങളുടെ കൂടെ എത്തണം എന്ന് ചോദിക്കുമ്പോഴും ആഗ്രഹം പ്രകടിപ്പിച്ചപ്പോഴാ, ഇങ്ങനെയൊക്കെ ജീവിച്ചാൽ എന്റെ കൂടെ എത്താം, റഫീഖായി തീരും. ഇതാണ് ഹുബ്ബുർ റസൂൽ. ഇതാണ് നബിയെ പിൻപറ്റേണ്ടത്. ഇങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റേണ്ട മാർഗം നബി പഠിപ്പിച്ചു തന്നത്. അതുപോലെ തന്നെ മറ്റൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നുണ്ട്, സഹാബിമാരുടെ ആ വളരെ ക്രൂരമായ ഒരു കാലഘട്ടത്തിലായിരുന്നല്ലോ അവരുടെ ജാഹിലിയ ജീവിതം. ക്രൂരതയും ചോര കണ്ട് ഒരു തോന്നലുമില്ലാത്ത, ഒരു പ്രതികരണവുമില്ലാത്ത യുദ്ധവും അക്രമങ്ങളുമായി ജീവിച്ചിരുന്ന ഒരു സമൂഹം. അവർ ഇസ്ലാമിലേക്ക് വന്നപ്പോ സഹാബിമാരിൽ ആ സ്വഭാവത്തിന്റെ മാറ്റങ്ങൾ തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. നബി അവരോട് പറഞ്ഞു, ഇന്ന മിന്ന ഹദ്ദിക്കും ഇലയ്യ വഅഖറബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹാസിനുക്കും അഖ്ലാഖ. എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നവരും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഖിയാമത്ത് നാളിലും എന്നോട് അടുത്ത് നാളെ പരലോകത്ത് കഴിഞ്ഞുകൂടുന്നവർ അഹാസിനുക്കും അഖ്ലാഖ, നല്ല സ്വഭാവമുള്ളവരായിരിക്കണം. നിങ്ങൾ ക്രൂരന്മാരാവരുത്, ദയയില്ലാത്തവരാവരുത്. കഷ്ടപ്പെടുന്ന മനുഷ്യന്റെ വേദനകൾ അറിയണം, കണ്ണുനീരിന്റെ വില മനസ്സിലാക്കണം. ഒരിക്കലും നിങ്ങൾ ക്രൂരന്മാരാവരുത് എന്ന് നബി അവരോട് പറഞ്ഞു. വഅഹാസിനുക്കും ഇലയ്യ, ഇനി വഇന്ന അബ്ഗദിക്കും ഇലയ്യ, എന്നാൽ എന്നോട് ഏറ്റവും കോപമുള്ള ആളുകൾ, എന്നെ കോപിക്കുന്നവർ, എനിക്ക് കോപമുള്ള ആളുകൾ, അസ്സർസാറൂന വഅബ്അദിക്കും മിന്നി യൗമൽ മജ്ലിസൻ യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ എന്നിൽ നിന്ന് ഏറ്റവും അകന്നുപോയ ആളുകൾ, അസ്സർസാറൂനൽ മുതശദ്ദിഖൂനൽ മുതഫയ്യിഖൂൻ, വെറുതെ വർത്തമാനം പറഞ്ഞ് ആളുകളെ പകിട്ടിലാക്കുന്നവരാണ്. എന്തും പറഞ്ഞിട്ട് വെറുതെ സംസാരിച്ച് ആളുകൾ പകിട്ടിലാക്കുക. വർത്താനം വെല്ലെ കൂടെ കുറച്ച് പറയാനേ നബി കൽപ്പിച്ചിട്ടുള്ളത്. മാത്രമല്ല
തെറ്റായ കാര്യങ്ങൾ ശരിയാണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തി ജനങ്ങളെ സർസറ എന്ന് പറഞ്ഞ് സർസാറൂന, ജനങ്ങളെ അധികം വർത്തമാനം പറഞ്ഞ് പറ്റിക്കുന്നവർ. അൽ മുതശദ്ദിഖൂന, ഒരിക്കലും ശരിയല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ന്യായീകരിച്ച് നടക്കുന്ന ആളുകൾ. അൽ മുത്തഫഹിഖൂൻ, മുത്തഫഹിഖീങ്ങളായ ആളുകൾ എന്നുകൂടി നബി പറഞ്ഞപ്പോ മുത്തശദ്ദിഖൂനെയും സർസാറൂനെയും സഹാബിമാര് മനസ്സിലാക്കി. ആരാണ് നബി മുത്തഫഹിഖ് എന്ന് സഹാബിമാര് ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, അഹങ്കാരികൾ. ഞങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല, ഞങ്ങൾക്ക് ഈ നിയമങ്ങളൊന്നും ബാധകമല്ല, ഞങ്ങൾക്ക് അള്ളാഹുവിന്റെ കൽപ്പനകൾ ബാധകമല്ല എന്ന് വിചാരിച്ച് ജീവിക്കുന്ന അഹങ്കാരികളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. അപ്പൊ നബിയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അത് മറ്റൊരു തലമാണ്, അതൊരു ജീവിതമാണ്, അതൊരു ഉത്സവമല്ല, അതൊരു ജീവിതമാണ്, അതൊരു മാറ്റമാണ്, സ്വഭാവത്തിലുള്ള മാറ്റമാണ്. ആ കാലഘട്ടത്തിൽ യുദ്ധങ്ങൾ ഉണ്ടായിരുന്നു, യുദ്ധത്തിന് പോയ ആളുകൾ നിർബന്ധമായ യുദ്ധം ഉണ്ടായിരുന്നു. ജാഹിലിയ കാലത്ത് അല്ലാത്ത പകക്ക് വേണ്ടി പ്രതികാര യുദ്ധങ്ങളും ഉണ്ടായിരുന്നു. യുദ്ധങ്ങളുടെ പേരിൽ ഒരുപാട് വീട്ടിലുള്ള കുട്ടികൾ അനാഥരായി, യത്തീമുകളായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, സമൂഹത്തിൽ ധാരാളമായി യത്തീമുകളുണ്ട്. അനവഖാഫിലുൽ ജന്നത്തി കാഫിലുൽ യതീം ഫിൽ ജന്നത്തി ഹക്കദ. ചൂണ്ടുവിരലും അതിന്റെ തൊട്ടടുത്തുള്ള മധ്യവിരലും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത് വിടർത്തിപ്പിടിച്ചുകൊണ്ട് നബി പറഞ്ഞു, യത്തീമുകളുണ്ട് നാട്ടിൽ, അവർ നിങ്ങളുടെ സ്വന്തം കാര്യം നോക്കിയാൽ പോരാ. ഈ ചൂണ്ടുവിരലും ഈ നടുവിരലും പോലെ ഞാനും യത്തീമുകളും സ്വർഗത്തിൽ ഒപ്പമായിരിക്കും. അതുകൊണ്ട് എന്നെ സ്നേഹിക്കുന്നവർ യത്തീമുകളെ സ്നേഹിക്കണം. നബി അങ്ങനെയാണ് മനുഷ്യ സേവനം പഠിപ്പിച്ചത്, യത്തീമുകളെ സ്നേഹിക്കാൻ. അങ്ങനെയാണ് ഇതിന് നബിയുടെ സ്നേഹം എന്ന് പറയുന്നത്. ഒരിക്കൽ ഈ യുദ്ധം കൊണ്ട് തന്നെ പല വീടുകളിലും അനാഥകളായ പെൺകുട്ടികൾ ഉണ്ടായി. പെൺകുട്ടികളോട് അവർക്ക് ജാഹിലിയ കാലം മുതൽ ഒരു വെറുപ്പായിരുന്നു. പെൺകുട്ടികൾ ഒരു ബാധ്യതയാണ്, ഭാരമാണ്, വെറുപ്പായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുന്നുണ്ട്, മൻ കാന ലഹു ഉഖ്താൻ, ആർക്കെങ്കിലും 2 സഹോദരികളെങ്കിലും ഉണ്ടെങ്കിൽ, ഔ ഇബ്നത് ഔ ബിൻതാനി, അല്ലെങ്കിൽ 2 പെമ്മക്കൾ ഉണ്ടായാൽ, അവന്റെ 2 പെമ്മക്കള്, തന്റെ സ്വന്തം പെമ്മക്കള്, അല്ലെങ്കിൽ തന്റെ 2 പെൺകുട്ടികളായ സഹോദരിമാർ, ഫഅഹ്സന ഇലൈഹിമ, ആ പെൺകുട്ടികളോട്, അബലരായ ആ പെൺകുട്ടികളോട് നന്മ ചെയ്താൽ, കുന്തു അന വഹുവ ഫിൽ ജന്ന, അവനും ഞാനും സ്വർഗത്തിൽ ഇങ്ങനെയായിരിക്കും. യത്തീമുകളെ കാണിച്ച പോലെ നബി പറഞ്ഞു കൊടുത്തു, ഇങ്ങനെയായിരിക്കും യത്തീമുകളെ പോലെയായിരിക്കും ആ പെൺകുട്ടികളെ സംരക്ഷിക്കുന്നവർ, സഹോദരിമാരെ സംരക്ഷിക്കുന്നവർ, അവരെ സ്നേഹിക്കുന്നവർ, അവർക്കൊരു ഉടമയായി ഞാനൊരു ആങ്ങളെയാണ്, ഒരു സഹോദരനാണെന്ന ചിന്തയിൽ ഒരു രക്ഷിതാവിന്റെ സ്ഥാനത്ത് നിൽക്കുന്നവർ. 2 എന്ന് പറഞ്ഞത് പിന്നീട് ഹദീസുകളിൽ കാണാം. അതൊരു നബി അങ്ങനെ പറഞ്ഞു പോയി, ഒരു സാന്ദർഭികമായി പറഞ്ഞതാണ്. 2 പെൺകുട്ടികൾ, ഒരു പെൺകുട്ടിയാണെങ്കിലും 2-ലേറെയാണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണെന്ന് കാണാം. സഹോദരങ്ങൾ പറയുന്നത്, നബിയെ നമ്മൾ സ്നേഹിക്കണം. നബിയെ നമ്മൾ സ്നേഹിക്കേണ്ടത് നബിയുടെ കൽപ്പനകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ടാണ്. അതല്ല ഇന്ന് കാണുന്നത്. ഇന്ന് ആരൊക്കെയോ അനുകരിച്ചുകൊണ്ട്, എന്തിനെയൊക്കെയോ അനുകരിച്ചുകൊണ്ടുള്ള ഈ ഒരു സ്നേഹം ഇസ്ലാമിൻ്റെതല്ല, അത് മുസ്ലിമീങ്ങളുടേതല്ല, അത് നമ്മൾക്ക് നമ്മുടെ ശരീഅത്ത് പഠിപ്പിച്ചതുമല്ല. നമ്മൾ പ്രവാചകൻ ജനിച്ച ദിവസം അല്ലെങ്കിൽ മാസം ഏതായിരുന്നാലും റബീഉൽ അവ്വൽ ആണെന്ന് ചരിത്രത്തിൽ കാണാം. കൂടുതൽ അഭിപ്രായങ്ങൾ ആണെങ്കിൽ ആ പ്രവാചകന്റെ ചര്യയിലേക്ക് മടങ്ങാനും, ഒരു സുന്നത്തെങ്കിലും നമസ്കാരത്തിന്റെ ശേഷം കൂടുതൽ നമസ്കരിക്കണമെന്ന് തുടങ്ങാൻ, ഒരു ദിക്റുകളെങ്കിലും തുടങ്ങാൻ, ഒരു സഹായ പ്രവർത്തനങ്ങളെങ്കിലും തുടങ്ങാൻ, ഒരു നന്മയെങ്കിലും തുടങ്ങാൻ, ജീവിതത്തിൽ ഒരു തിന്മയെങ്കിലും അവസാനിപ്പിക്കാനുള്ള ഒരു ആണ്ടറതിയായി ഇതിനെ മാറ്റുകയാണെങ്കിൽ അതായിരിക്കും നബിയോടുള്ള സ്നേഹം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വഅലാ മൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സഹോദരന്മാരെ, നമ്മളാരും നബിയെ കണ്ടവരല്ല, കാണാതെ തന്നെ
പ്രവാചകനെ നമ്മൾ സ്നേഹിക്കേണ്ടത് എങ്ങനെയാണ്? പിന്തുടരുകയാണ്. നബിയുടെ പിന്തുടർച്ച, ഇത്തിബാഉർ റസൂൽ. എന്താണ് പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നത്? ആഘോഷമല്ലല്ലോ. 3 കൊല്ലം 300 കൊല്ലം നബിയുടെ അനുയായികൾ, ആ മുൻ തലമുറ പൂർവികരായ സാബിക്കീങ്ങൾ ജീവിച്ചിട്ടും ഈ പ്രവാചകന്റെ ജീവിത രീതി പിന്തുടരുകയല്ലാതെ ആ കാലഘട്ടത്തിലെ പേർഷ്യക്കാരും റോമക്കാരും അവരവരുടെ പ്രവാചകന്മാരെ അനുകരിച്ച പ്രവാചകന്മാരുടെ ആ രീതികൾ ഇതുപോലെ ആഘോഷങ്ങളിൽ കൂടി അനുകരിച്ചതുപോലെ അനുകരിച്ചിരുന്നില്ല. പിന്നീടാണ് വന്നത്. ഓരോ രാജാക്കന്മാർ ഇസ്ലാമിന്റെ പേരിൽ വന്നപ്പോഴാണ് ഇത്തരമുണ്ടായത്. പ്രവാചകൻ ഒരു ഖബർസ്ഥാനിൽ ഒരാൾ മറവ് ചെയ്തുകൊണ്ട് ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ നബി പറയുന്നത് കാണാം. ആ ഖബറിലേക്ക് നോക്കി, അസ്സലാമു അലൈക്കും ദാറ ഖൗമി മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. സാധാരണ ഖബർസ്ഥാനിൽ ചെന്ന് അവർക്ക് സലാം പറയുന്ന രൂപം തന്നെ അതിലൊരു വാക്കുണ്ട്, വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇൻഷാ അല്ലാഹ് ഞങ്ങളും നിങ്ങളൊപ്പം എത്തും, ഞങ്ങളും ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളും നിങ്ങളെ പോലെ ഖബറിലാകും എന്ന് പ്രവാചകൻ ആ കേൾക്കുന്നവർക്ക് പാഠമായിക്കൊണ്ട് ഒരു സലാം പറഞ്ഞു. എന്നിട്ട് നബി പറഞ്ഞു, ഞാൻ എൻ്റെ ഒദിത്തു അന്നീ ലൗ റഅയ്തു ഇഖ്വാനന, ആ ചങ്ങായിമാരൊക്കെ ഒന്ന് കാണാനൊരു ആഗ്രഹമുണ്ട്. അപ്പൊ സഹായിമാർ ചോദിച്ചു, ഞങ്ങളല്ലേ നിങ്ങൾ ചങ്ങായിമാര് നബി? നിങ്ങളെ കൂട്ടുകാർ ഞങ്ങളല്ലേ? നബി പറഞ്ഞു, നിങ്ങളെന്റെ അസ്ഹാബികളാണ്, എൻ്റെ കൂടെ ജീവിക്കുന്നവരാണ്. ഞാൻ എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞത് അതല്ല. എൻ്റെ സഹോദരന്മാരെന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്ന വിശ്വാസികളാണ്. അവരെ എനിക്ക് പരലോകത്ത് കാണാൻ ആഗ്രഹമുണ്ട്. മരിച്ചു എന്നാൽ ഞാൻ അവരെ കാണും. എങ്ങനെയാണ് നബി നിങ്ങളുടെ അനുയായികൾ ആരാണ്, വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസികൾ എന്ന് പറഞ്ഞ് നിങ്ങളെ പിന്തുടരാതെ ജീവിച്ചിരുന്നവരാരാണ് നിങ്ങൾക്കെങ്ങനെ വേർതിരിച്ച് പറയാൻ കഴിയും? ആ ഖബർസ്ഥാനിൽ വെച്ച് തന്നെ നബി അവരെ പഠിപ്പിച്ചു. നിങ്ങൾക്കൊരു കൂട്ടം കുതിരകളുണ്ട്, ഒരുപാട് കുതിരകൾ, കറുകറുത്ത കുതിരകളാണ്. അതിൽ ഒരു കുതിര മാത്രം അതിന്റെ കയ്യും കാലും വെളുത്തതാണെങ്കിൽ ആ ഒറ്റക്കുതിരയെ നിങ്ങൾ വേർതിരിച്ചറിയില്ലേ? അതുപോലെ ഖിയാമത്ത് നാളിൽ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടപ്പെടുമ്പോൾ എന്നിൽ മിൻ ആസാരിൽ ഒളു എടുത്ത് നമസ്കരിക്കുന്ന ആളുകളെ ഞാൻ വേറെ തിരിച്ചറിയും. അവരുടെ കയ്യും കാലും മിന്ന ഉമ്മത്തി യൗമൽ ഖിയാമത്തി ഖുർറ മുഹസ്സിരീൻ. ഖിയാമത്ത് നാളിൽ കയ്യും കാലും വെളുത്ത ഒരു വിഭാഗത്തെ ഞാൻ വേർതിരിച്ചറിയും. അവരാണ് എൻ്റെ അനുയായികൾ, അവരെ പറ്റിയാണ് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നു. എന്നാലോ വേറെ കുറെ ആളുകൾ എൻ്റെ ഉമ്മത്തുകളാണെന്ന് പറയുന്ന ആളുകളെ ഞാൻ പരലോകത്ത് കാണും. ഹൗദുൽ കൗസറിന്റെ അടുക്കൽ വിശ്വാസികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് കൽപ്പിക്കുമ്പോൾ വെള്ളപ്പാത്രവുമായി ഹൗദുൽ കൗസറിന്റെ അടുക്കൽ നിൽക്കുമ്പോൾ വിശ്വാസികളാണെന്ന് പറയുന്ന ഒരു കൂട്ടരെ അള്ളാഹുവിന്റെ മലക്കുകൾ നരകത്തിലേക്ക് ചങ്ങലയിട്ട് കൊണ്ടുപോകുന്നത് ഞാൻ കാണും. ഞാൻ പറയും, യാ റബ്ബി ഉമ്മത്തി, എന്റെ റബ്ബേ, എന്റെ ഉമ്മത്തികളെയാണോ ആ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നത്? അപ്പോൾ അവിടുന്ന് വിളിച്ചു പറയപ്പെടും, അലാ ഇന്നഹും ബദ്ദലൂ ദീനക, അവർ നിന്റെ ദീന് മാറ്റിയവരാണ്, മാറ്റിമറിച്ചവരാണ്. നിന്റെ ഉമ്മത്തുകളൊക്കെ തന്നെയാണ്, പക്ഷേ നിന്റെ ദീനിന്റെ നിയമ വ്യവസ്ഥകൾ മാറ്റിമറിച്ച് ശരീഅത്ത് നിയമങ്ങൾ ജീവിതത്തിൽ പാലിക്കാതെ, ഫർളും സുന്നത്തും പാലിക്കാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായി ബിദ്അത്തുകളായി നടന്നവരാണ് എന്ന് പറയുമെന്നും ഇമാം മുസ്ലിം ഉദ്ധരിച്ച ഹദീസിൽ കാണാം. സഹോദരങ്ങളെ, അതുകൊണ്ട് നാം ദീനിലേക്ക് ഒരു ചെറിയ സൽക്കർമ്മങ്ങൾ കൊണ്ടെങ്കിലും ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, ഒരു കാരക്കയുടെ കീറ് കൊണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്ന ആ ഒരു നിഷ്ഠ പാലിച്ചുകൊണ്ട് ജീവിക്കുക, അതാണ് ഹുബ്ബുർ റസൂൽ, റസൂലിനെ സ്നേഹിക്കേണ്ടത്. അങ്ങനെ റസൂലിനെ സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ എല്ലാം, നമ്മുടെ മക്കളെയും കുടുംബങ്ങളെയും നമ്മുടെ സഹോദരങ്ങളെയും അല്ലാഹു തആല ചേർക്കുമാറാവട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അല്ലാഹു തആല മാപ്പാക്കി തരുമാറാവട്ടെ. രോഗികളും കഷ്ടപ്പെടുന്നവരുമായവർക്ക് അള്ളാഹു ശിഫയും ശാന്തിയും നൽകുമാറാവട്ടെ. അള്ളാഹു മരിച്ചുപോയ എല്ലാവർക്കും അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗലോകം നൽകുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സഹോദരങ്ങളെ, ഒരു രോഗിയായി, ക്യാൻസർ രോഗിയായ ഒരു മനുഷ്യൻ ഇവിടെ വന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പോലെ തന്നെ അദ്ദേഹം ഒരുപാട് നമ്മൾ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കിയതാണ്. നേരത്തെ ഇവിടെ വന്നതുകൊണ്ട് അദ്ദേഹത്തിന് ഭീമമായ സംഖ്യ വരുന്നുണ്ട്.
ചികിത്സക്കൊക്കെ നിങ്ങൾ പോകുമ്പോൾ ആ ബക്കറ്റിലോ പെട്ടിയിലോ സഹായിക്കണമെന്ന് പ്രത്യേകമായി ഉണർത്തുന്നു.